നീ കണ്ടില്ലേ ഞാൻ ബോക്സിങ് ചെയ്യാൻ പോണു. ഈ വയ്യാത്ത കൈ വെച്ചിട്ടാണ്. ഈ കൈക്കല്ലേ വയ്യായതേ ഉള്ളൂ, ഈ കൈക്ക് പ്രശ്നമില്ലല്ലോ. ഗ്ലൗസ് ഇട്ടയാ? നിനക്കെന്താടി ഭ്രാന്താടി? ആ എനിക്ക് ഭ്രാന്താടി. നിനക്ക് എന്തോന്നും അറിണ്ടാത്ത പോലെ. എന്തോന്ന് അറിഞ്ഞൂടൊന്ന്? എടി അവന്മാര് കേറി വരും. അതിന് എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. നീ എനിക്ക് ഗ്ലൗസ് ഇട്ടിയാ? നീ ഒറ്റയ്ക്ക് ഇടിക്കാൻ പോണോ? ഇടിക്കാൻ പോണു. വേറെ ഇവിടെ ആരും ഇല്ലല്ലോ. എന്റെ പൊന്നെ ചേച്ചി ചിരിപ്പിക്കല്ലേ ചേച്ചി പ്ലീസ്. നീ അവിടെ ചിരിച്ചോണ്ടിരുന്നോ? നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ എനിക്ക് ഇട്ടിയാ? ഗ്ലൗസ് ഇട്ടിയാ? ചേച്ചി മാമനോ അങ്കളോ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു. ഇത് ഒറ്റയ്ക്ക് എന്തോ ചെയ്യുമെന്നാണ് നീ? ആരും ഇല്ല, എന്റെ അമ്മയ്ക്കും എനിക്കും. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ആഹാ, നിനക്ക് കൂടെ നിക്കാൻ വയ്യല്ലോ. ഞാൻ ഇങ്ങനെ കൂടെ നിൽക്കാണ്. പിന്നെ വേണ്ട, നീ ആ ഗ്ലൗസ് ഇട്ടിയാ? ഇട്ടുതാ. ഈ കൊച്ചിന് ഭ്രാന്തി ശരിക്കും. ഇവിടെ കാണില്ല. ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്താവും. ഓൾറെഡി ഉണ്ട്. എന്റെ പേരെന്തോ വവ്വാലല്ലേ? എന്റെ വവ്വാല്. എന്ത് മക്കളെ, നീ പ്രാക്ടീസിന് പോണോ? മോളെ നിന്റെ കൈ വയ്യാതിരിക്കുമ്പോ എന്തിനു മോളെ ഇങ്ങനെ ഇതൊക്കെ എടുത്തിട്ടുണ്ടേ? പ്രാക്ടീസൊന്നും വേണ്ട. ഇത് പ്രാക്ടീസ് അല്ല അച്ഛാ, അവന്മാർക്ക് വരുമ്പോ രണ്ടെണ്ണം പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛാ, അച്ഛ ഒരു ആണായിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ ഈ 3 പെണ്ണുങ്ങൾ ഉണ്ടായതപ്പോ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ അച്ഛന് തോന്നുന്നില്ലല്ലോ അച്ഛാ. നിന്റെ മക്കളെ അവന്മാര് എന്തിനും പോകുന്നവന്മാരാണ്, അടിപിടി വെട്ടനായിട്ട് നടക്കുന്നവന്മാരാണ്. അതുപോലെ നമ്മൾ പോണോ? മോളെ ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ അമ്മ തുള്ളുന്നോലെ നീളെ തുള്ളല്ലേ. അവൾക്ക് പുലിനട വീട് മണിക്കൂട്ടൻ. ഇപ്പൊ മണിക്കൂട്ടന്റെ പേരിൽ തന്നെ എത്ര കേസുണ്ട്. അടിക്കും ഇടിക്കും പോയിട്ടാണ്. മനസ്സിലായ? എനിക്കും അറിയാം ഇതൊക്കെ പോവാൻ. പക്ഷെ ഞാൻ ബോധന്താണ്. ഞാനേ മണിക്കൂട്ടനെ പോലെയല്ല. ഞാൻ ഭാര്യയും 2 പെൺമക്കളായിട്ട് ജീവിക്കുന്നതാണ്. ഈ സമൂഹത്തിൽ വിലയും നിലയൊക്കെ ഉണ്ട്. നമ്മളൊന്ന് ഒതുങ്ങി നിൽക്കണം. എന്റെ മാമ ഇല്ലാത്തതിന്റെ വില ഞാനിപ്പോ മനസ്സിലാക്കണുണ്ട്. അച്ഛൻ ഒതുങ്ങി നിന്ന് നമ്മൾ ആരും അവരുടെ വീട്ടിൽ പോയി അടി ഉണ്ടാക്കാൻ പോണില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ക്ഷമിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ക്ഷമയാണ് വേണ്ടത്. നമുക്കൊന്ന് മാറി നിൽക്കാം. അല്ലാതെ ഇപ്പൊ ഉണ്ണി അരച്ചാവല്ല വേണ്ടത്. അച്ഛാ പേടിച്ചോടാൻ ഞങ്ങളെ കിട്ടില്ല. ഞാനും എന്റെ അമ്മയും ഒറ്റ കെട്ടായിട്ട് തന്നെ നിൽക്കും. അച്ഛന് പേടിയാണെങ്കിൽ അച്ഛൻ പൊയ്ക്കോ. മക്കളെ ഇത് പേടിയല്ല, ഇത് ബുദ്ധിയാണ്. നമ്മൾ ഒന്ന് ഒതുങ്ങി നിൽക്കണം. എന്തിനു പോകുന്നവന്മാരാണ് അവന്മാര്? ഒതുങ്ങി നിൽക്കണം. അവന്മാര് 3 പേര് വന്ന് അറ്റാക്ക് ചെയ്ത 3 ശവങ്ങൾ കിടക്കണ കാണാം അച്ഛന്. അപ്പൊ അച്ഛന് സമാധാനം ആവുമല്ലോ. നിന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവൂലേ? ഉണ്ടായിരിക്കണം. കൊടു മോളെ, അച്ഛൻ പറഞ്ഞ കേക്ക്. നമുക്കല്ലാതെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതണ്ട, എനിക്കാണെങ്കിൽ നാളെ ഓഫീസിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കാര്യം നോക്കണം, മണിയുടെ കാര്യം നോക്കണം. ഇതൊക്കെ ഇടയ്ക്കിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം. അച്ഛന് അല്ലാതെ തന്നെ തലവേദന ഉണ്ട്. ഞാൻ അച്ഛൻ പറഞ്ഞ എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്റെ അമ്മ ഏവനെങ്കിലും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് വെറുതെ. അമ്മയുടെ കാര്യം നോക്കാൻ ഞാൻ ഉണ്ട് ഇവിടെ. പറയാനായിട്ടോ? പക്ഷെ അച്ഛൻ ഒളിച്ചിരിക്കല്ലേ? ഒളിച്ചിരിക്കണ? എന്താന്ന് വെച്ചാ ചെയ്. അമ്മയും മോളും കൂടെ എന്താന്ന് വെച്ചാ ചെയ്. പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ രാത്രി കുറുവടിയും ബോക്സിംഗും ഒക്കെ ആയിട്ട് കാത്തിരി. അമ്മമാര് വരുമ്പോ അടിക്കാൻ നില്ല്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കൂടെ ഉറങ്ങും. എന്നെ വല്ലതും വിളിക്കണം. അപ്പൊ കാണിച്ചു തരാം. ഉറങ്ങിക്കോ. അമ്മയും മോളും കൂടെ അടിക്കാൻ ഇടിക്കാൻ പോണു. പേടിച്ചിട്ട് ഉറങ്ങിക്കോ. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. എന്താടേ? ഗ്ലൗസ് വേണ്ടേ? വേണ്ട, എനിക്ക് ഈ കൈ മതി. അവന്റെ ഓവനാല് നോക്കി ചവിട്ടി കയറ്റാൻ എനിക്കറിയാം. പിന്നെ ഞാൻ പുലിനാടെ വീട്ടിലെ വിത്താണ് കേട്ടാ. വിത്താണ്. നീ വളർന്നിട്ടില്ല. ഞാൻ പറഞ്ഞ ചെടിയായിട്ടില്ല. നീ എടി, നീയും വളരാൻ പോകുന്നില്ല. ഇനി വളം ഒഴിച്ച് വെള്ളം ഒഴിച്ചാൽ പോലും നീ ഇത്രേ ഇരിക്കുള്ളൂ. എന്നെ പോലെ അല്ല നീ. എന്റെ ദൈവമേ, ഈ കൊച്ചിനിക്ക് എന്ത് തോന്നുന്നു? ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേരേ.